റിയ, നീ ആരെ കൊണ്ട് ചോദിച്ചിട്ടാണ് ഫോൺ എടുത്തത്? ഞാൻ അവിടെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണോ? നീ ഫോണിൽ എടുത്തിട്ട് വന്ന് ഇവിടെ ഫോൺ നോക്കി കളിക്കുവാണോ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞതാണ് റിയ, ഫോൺ നോക്കാൻ പറ്റില്ല, ഫോൺ എടുത്ത് കളിക്കണ്ടെന്ന്. എന്നെ കൊണ്ട് ചോദിച്ചാൽ ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാതെ നീ ഫോൺ എടുത്തിട്ട് വന്ന് കളിക്കുവാണോ? ഫോൺ നോക്കിയാൽ കണ്ണുവേദന വരും, തലവേദന വരും, കണ്ണ് പൊട്ടിപ്പോവും. ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞതല്ലേ. നീ നോക്കണതും പോരാണ്ട് ആദ്യക്കുട്ടിനെയും കൂടെ വെച്ച് അവനും കൂടെ ഫോൺ കാണിച്ചു കൊടുക്കുവാണോ? റൈംസോ? ഫോൺ എടുത്തിട്ട് യൂട്യൂബില് ഷോർട്സും പിന്നെ ഈ ഗെയിംസും ഇതൊക്കെയല്ലേ നീ നോക്കുക? ഞാൻ ചോദിക്കുമ്പോഴേക്കും റൈംസ് നോക്കണമെന്നാണോ പറയണേ? നീ ഒരു റൈംസ് ഫോണിൽ നോക്കണ്ട. നിനക്ക് റൈംസ് പഠിക്കണമെന്നുണ്ടെങ്കിലേ ദാ പിങ്കുവിന്റെ ബുക്കിൽ കുറെ റൈംസ് ഉണ്ട്, പിങ്കു പറഞ്ഞു തരും, അത് നീ പഠിച്ചാ മതി. ഫോൺ നോക്കിയൊന്നും നീ റൈംസ് പഠിക്കണ്ട. ആ ഫോൺ ഇങ്ങോട്ട് താ. റിയ, വെറുതെ വാശി പിടിക്കാതെ. ഫോൺ നോക്കിയ കണ്ണുവേദന വരും. ആ ഫോൺ ഇങ്ങോട്ട് താ. പറഞ്ഞാ കേക്ക് റിയ, ഫോൺ താ ഇങ്ങോട്ട്. റിയ, വാശി പിടിക്കണ്ട. ഫോൺ നോക്കിയ കണ്ണുവേദന വരും. ഫോൺ താ. അയ്യോ റിയ, കരച്ചിൽ നിർത്ത്. നീ കരയണത് കണ്ടിട്ട് ആദ്യ കുട്ടനും കൂടെ കരയണ നോക്ക്. അയ്യോ റിയ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എനിക്ക് അവിടെ ഒരുപാട് പണിയുള്ളതാ. നീ പറഞ്ഞാലേ കേൾക്കുന്നില്ല. ഇങ്ങനെ രണ്ടുപേരും കൂടെ കരഞ്ഞാൽ ഞാൻ എങ്ങനെ പണി ചെയ്യും? ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് അവിടെ പണിയുണ്ട്. ആ പണിയൊക്കെ ഒന്ന് കഴിയണ വരെ രണ്ടുപേരും മിണ്ടാതെ ഒന്ന് ഇരുന്നാ മതി. ഫോൺ വെച്ചോ. പക്ഷെ കുറച്ചു നേരം തന്നെ നോക്കണം. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ ഈ ഫോൺ നീ എന്റെ കൈ തരണം. ആ ശരി, ഞാൻ വേഗം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചോളാം. അതുവരെ നോക്കിക്കോ. അമ്മുസേ, എന്താടാ, എന്തിനാ കരയണ്? കണ്ണു വേദനിക്കണോ? കണ്ണു വേദനിക്കണമെന്നും പറഞ്ഞ ഫോൺ നോക്കിയിരിക്കണ്. നിന്റെ കയ്യിൽ ആരാ ഫോൺ തന്നത്? ഐഷു, ഇങ്ങോട്ട് വാ. എന്താ ശിവേട്ടാ? ഇടി ഐഷു, നീ വീട്ടിലെ കുട്ടികളെ നോക്കാതെ വേറെ എന്താ ചെയ്തോണ്ടിരിക്കണേ? റിയ കുട്ടി ഇവിടെ കണ്ണു വേദനിക്കണമെന്നും പറഞ്ഞ് കരഞ്ഞിട്ടിരിക്കണോ? അവളുടെ കയ്യിൽ ഫോൺ ആരാ, നീയാണോ കൊടുത്തത്? കണ്ണു വേദനിക്കണോ? അത് ശരി, നല്ലോണം കണ്ണു വേദനിക്കട്ടെ. ഫോൺ ഞാനൊന്നും അവളുടെ കൈ കൊടുത്തിട്ടില്ല. ഞാനവിടെ ഫോണിൽ സംസാരിച്ച് ഫോൺ ലോക്കാക്കാൻ മറന്നുപോയി വെച്ചു. അപ്പോഴേക്കത് അവൾ എടുത്തോണ്ട് വന്ന് കുറെ നേരം ഇരുന്ന് ഫോൺ നോക്കുമായിരുന്നു. ഞാൻ വന്ന് ഫോൺ നോക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് വാങ്ങിക്കുമ്പോ ഒരേ കരച്ചിലായിരുന്നു. അവള് കരയണത് കണ്ടിട്ട് അപ്പൂസും കൂടെ ചേർന്ന് കരയാൻ തുടങ്ങി. എനിക്ക് അവിടെ അടുപ്പില് പണിയുണ്ടായിരുന്നു. അപ്പൊ ഇനി ആ അടുപ്പിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരെ ഇവര് കരഞ്ഞ് വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ശരി, കുറച്ചു നേരം മിണ്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കൊടുത്തിട്ട് പോയി. എടി ഐഷു, ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞതല്ലേ, നീ അവിടെ ഒരു പണിയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികളുടെ കാര്യം നോക്കിയാ മതി.
ഇപ്പൊ നോക്ക്, ഫോൺ കുറെ നേരം ഇരുന്ന് നോക്കിയത് കൊണ്ട് അവള് കണ്ണ് വേദനിക്കണമെന്നും പറഞ്ഞ് കരയണോ. ഫോൺ നോക്കിയ കണ്ണുവേദന വരുന്നു നമ്മ പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അവര് വാശി പിടിക്കണമെന്നും പറഞ്ഞ് പണി നോക്കണമെന്നും പറഞ്ഞ് നമ്മ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്താലേ പിന്നെ അവർക്ക് ഫോൺ നോക്കി കണ്ണുവേദനയോ തലവേദനയോ വന്നാ കഷ്ടപ്പെടുന്നത് അവര് മാത്രമല്ല, നമ്മളും കൂടെ തന്നെ കഷ്ടപ്പെടണം. അതുകൊണ്ട് ഇനിയിപ്പോ പണി ഉണ്ടെങ്കിലും ശരി, കുട്ടികൾ എത്ര വാശി പിടിക്കുകയാണെങ്കിലും ശരി, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നോക്ക്, റിയ കുട്ടി കണ്ണ് വേദനിക്കണമെന്ന് പറയണു. ഇപ്പൊ കണ്ണിന് വല്ല പ്രശ്നമാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും പറയേ? അയ്യോ ശിവേട്ട, അതിന് ഞാൻ പറഞ്ഞപ്പോ അവള് കേട്ടില്ല. കുട്ടികൾ അങ്ങനെ തന്നെ ഐഷു, പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന പോലെ നമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം. അമ്മൂസേ, അമ്മ നിന്നെ കൊണ്ട് ഫോൺ നോക്കാൻ പറ്റില്ല, ഫോൺ നോക്കിയ കണ്ണുവേദന വരുമെന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞത് കേൾക്കാതെ നീ എന്തിനാടാ വാശി പിടിച്ചിരുന്ന് ഫോൺ നോക്കിയത്? റൈംസോ? റൈംസ് ഒക്കെ ഒന്ന് ടിവിയിൽ നോക്കണം, അല്ലെങ്കിൽ ബുക്കിൽ നോക്കി പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ഫോണിലൊന്നും റൈംസ് നോക്കേണ്ട കാര്യമില്ല. റൈംസ് നോക്കാനും പഠിക്കാനും ഉള്ളതല്ല ഫോൺ. ഫോൺ വലിയവർ ഉപയോഗിക്കുന്നതാണ്, കുട്ടികളൊക്കെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടോ, നീ കുറെ നേരം ഇരുന്ന് ഫോൺ നോക്കിയത് കൊണ്ട് നിനക്ക് കണ്ണുവേദന വന്നത്. ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഫോൺ നോക്കിയാ കണ്ണുവേദന മാത്രമല്ല, പിന്നെ കണ്ണ് കാണാതെയാവും. പിന്നെ അമ്മൂസ് ഈ ചെറിയ വയസ്സിൽ തന്നെ കണ്ണട വെക്കേണ്ടി വരും. അമ്മൂസ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ തന്നെ കണ്ണടയൊക്കെ വെച്ച് സ്കൂളിലേക്ക് പോകുമ്പോ കണ്ണടയൊക്കെ ഇട്ടിട്ട് പോയാ കൂടെ ഉള്ള പിള്ളേരൊക്കെ കണ്ണട ഇട്ടിട്ട് വന്നെന്നും പറഞ്ഞ് നിന്നെ കളിയാക്കും. കളിയാക്കണത് മാത്രമല്ലടാ, ഈ ചെറിയ വയസ്സിൽ തന്നെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി കണ്ണുവേദന വന്ന് കണ്ണ് കാണാതെയായ എന്ത് ചെയ്യും പറയ്? അതേടാ അമ്മൂസേ, ഫോൺ നോക്കിയാൽ എന്തായാലും കണ്ണുവേദന വരും, കുറച്ച് കഴിയുമ്പോൾ കണ്ണ് കാണാതെയാവും. അതുകൊണ്ട് ഇനി ഫോൺ നോക്കാൻ പാടില്ല. അമ്മൂസിന് ഇനി കണ്ണുവേദന വരാൻ പാടില്ല, ഇനി കണ്ണൊക്കെ നല്ലപോലെ കാഴ്ച ഉണ്ടാവണം, കണ്ണ് കാണാതെ ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ ഫോൺ ഇങ്ങോട്ടാ. ശരിടാ അമ്മൂസേ, കരയണ്ട. അത് നീ ഇത്ര നേരം ഫോൺ നോക്കിയില്ലേ, അതുകൊണ്ടാണ് കണ്ണ് വേദനിക്കുന്നത്. നീ കുറച്ചു നേരം കണ്ണൊക്കെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങി എണീറ്റാ കണ്ണുവേദന ശരിയാവും. ഇനി ഫോൺ നോക്കാനേ പാടില്ല. ഇനി നിനക്ക് റൈംസ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം TV വേണമെങ്കിൽ നോക്കാം, അതും കുറച്ചു നേരം തന്നെ നോക്കണം. ഒരുപാട് നേരം TV നോക്കിയാലും കണ്ണുവേദന വരും. ഇനി നീ ഫോണിൽ കളിക്കാൻ പാടില്ല. ഇനി ഉണ്ണിക്കുട്ടനോട്, പിങ്കു ചേച്ചിയോട്, പിന്നെ പുറത്തൊക്കെ പോയി കളിക്കാം, ശരിയാ? ഫോൺ മാത്രം ഇനി എടുത്ത് നോക്കാൻ പാടില്ല. ശരിയടാ അമ്മൂസേ, നീ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയ കണ്ണുവേദന ശരിയാവും.